ഇനി നജീബ് കാന്തപുരം മാഷെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞാൽ, ഒരു അയ്യപ്പൻ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ കർമ്മത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച് നജീബ് കാന്തപുരമാണ്. അതാണ് ഈ മലപ്പുറം എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും വലിയ സവിശേഷത ഞാൻ തന്നെ ആകെ അത്ഭുതപ്പെട്ടു. അപ്പൊ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ഒരു പൂജാരി നിർവഹിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞപ്പോ ഇവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ, പ്രത്യേകിച്ച് തിരുവേനി അടക്കമുള്ള ആളുകൾ പറഞ്ഞു അത് MLA നിർവഹിക്കണം. ഇവിടുത്തെ തൊട്ടടുത്താണ് ആ ക്ഷേത്രം. ആ അയ്യപ്പ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് ശേഷമുള്ള ഉദ്ഘാടനം വളരെ മനോഹരമായ. അവര് നമ്മുടെ വേണ്ടപ്പെട്ട ആളാണെന്നേ മാറ്റി നിർത്താൻ പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശബരിമല കൃത്യമായിട്ട് പോകുന്ന ആർക്കെങ്കിലും ബാവരെ മാറ്റി നിർത്താൻ പറ്റുമോ? അല്ല, ഇന്ത്യയിലെ സംസ്കാരം അതാണ്. ആ കൾച്ചറിന് വേണ്ടിയുള്ള കൂടിയുള്ള നമ്മുടെ ഒരു വലിയ പോരാട്ടം. ഇപ്പൊ നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞ പോലെ നിങ്ങൾ ഈ മലപ്പുറത്തെ കുറിച്ച് ഈ ഗ്രാമങ്ങളിലേക്ക് വരൂ, നാട്ടുമ്പുറങ്ങളിലേക്ക് വരൂ, മനുഷ്യരോട് ചോദിക്കൂ. ഇവിടെ ജീവിക്കുന്ന നിങ്ങൾ പറഞ്ഞ പോലെ എന്തൊരു പോസിറ്റീവായ നാടാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഈ ക്ഷേത്രങ്ങളെല്ലാം, ഇവിടുത്തെ ഈ മലപ്പുറം ജില്ലയിലെ ക്ഷേത്രങ്ങളെല്ലാം